ധാരാളം കുട്ടികളാണ് ഈ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടത് കാണാതെ പോയിരിക്കുന്നത്. ആ കുട്ടികളെ തേടി അധ്യാപകരും ഇവിടേക്ക് വരുന്നുണ്ട്. ഉസ്മാൻ എന്ന് പറയുന്ന ഒരു കരാട്ട മാഷാണ് എനിക്കൊപ്പമുള്ളത്. ഇദ്ദേഹത്തിന്റെ കുട്ടികൾ ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ട് ചൂരൽമല സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ട്. ഒരു 45ഓളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതിൽ 8ഓളം വിദ്യാർത്ഥികൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ വിദ്യാർത്ഥികളുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്ത് ചെറിയ വിഷയം വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ സങ്കടങ്ങളൊക്കെ എന്നോട് വന്നിട്ട് പറയും. സ്കൂളിൽ പിള്ളേർ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്നോട് വന്നിട്ടാണ് പറയാറുള്ളത്. അങ്ങനെ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്ന കുട്ടികളാണ്. അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളും നാട്ടിലുള്ള പ്രശ്നങ്ങളും എല്ലാം കെട്ടഴിച്ച് വെക്കാൻ കരാട്ടെ സ്കൂൾ അവർ ഉപയോഗപ്പെടുത്തി. അങ്ങനെയുള്ള നല്ല നല്ല മനസ്സുള്ള കുട്ടികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവരെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അതുപോലെ തന്നെ മഹേഷ് സെൻസൈ എന്താ പറയുക, സ്നേഹിക്കാൻ മാത്രമായിരുന്ന സെൻസൈയാണ്. ഞങ്ങൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ട്രെയിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥുൻ പറഞ്ഞ പോലെ ഹസ്തദാനം ചെയ്യാൻ വിട്ടുകൊണ്ടില്ലേ സെൻസൈ. കഴിഞ്ഞ ആഴ്ച നിങ്ങൾക്ക് ഞാൻ ഷെയ്ക്കാൻ്റെ തരാൻ പറഞ്ഞില്ലേ, കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു. അതിൻ്റെ ആ ഒരു കാര്യം അടുത്ത ആഴ്ച പിന്നീട് വന്നിട്ട് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആണ് പോകാറില്ല. അങ്ങനെ സ്നേഹിക്കാൻ മാത്രമേ അറിയുന്ന സെൻസൈ ആയിരുന്നു മഹേഷ് സെൻസൈ. 8 കുട്ടികളെ എല്ലാവരും കണ്ടെത്താൻ പറ്റുമോ, അറിയോ? അതിൽ കുറച്ച് പേരെ കിട്ടിയിട്ടില്ല. കുറച്ച് ഏകദേശം 6ഓളം കുട്ടികളെ കിട്ടി. ബാക്കി 2 കുട്ടികളെ കിട്ടാനുണ്ട്. ഇവരുടെ വീടുകളൊക്കെ എവിടെയാണെന്ന് അറിയാമോ? അത് മഹേഷ് സെൻസൈൻ്റെ ഒരു കുട്ടീനെ ക്ലാസ് എടുക്കുന്ന ഞാനാണ്. അതിൽ കിട്ടാത്ത കുട്ടികളിൽ ഒരു കുട്ടി മഹേഷ് സെൻസൈൻ്റെ കുട്ടിയാണ്. റെസ്ക്യൂ ടീമിലും കൂടെ ഉണ്ടോ? കാരുണ്യ റെസ്ക്യൂ ടീമിൽ മെമ്പറാണ്. ഈ അപകടം ഉണ്ടായ മുതൽ ഇവിടെ ഉണ്ടോ? അപകടം നടന്ന സമയം മുതൽ ഞങ്ങളുണ്ട് ഇവിടെ. ഒരുപാട് പരിചയക്കാരുണ്ട്. കുട്ടികളല്ലാതെ പരിചയക്കാരുണ്ടാവൂലേ? ഒരുപാട് പരിചയക്കാരില്ല. എല്ലാം ഒരു കുടുംബം പോലെ കഴിഞ്ഞാൽ. ഈ നാടിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഭയങ്കര ഐക്യമാണ്. ജാതി മതം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഭയങ്കര ഐക്യത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഐക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കെട്ടുറപ്പായിരുന്നു. എന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നാട്ടുകാർ തന്നെ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ഉണ്ണിമാഷൊക്കെ ഭയങ്കര വൈകാരികമായി സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. നാട്ടുകാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരാണ് അത് ചെയ്തു കൊടുക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരാണ് എല്ലാ കാര്യം. ഇപ്പോൾ സ്കൂളിൽ വാർഷികം വരികയാണെങ്കിലൊക്കെ നാട്ടുകാരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. അത്രയും സ്നേഹത്തോടും ഐക്യത്തോടു കൂടി നടക്കുന്ന നാട്. നമ്മുടെ കാരുണ്യ റെസ്ക്യൂ ടീമിൽ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ ഈ അപകടത്തിൽ? നസീർക്ക, നേരത്തെ നമ്മൾ സംസാരിച്ച നസീർക്ക കാരുണ്യ റെസ്ക്യൂ ടീമിൽ മെമ്പറാണ്. ഭയങ്കര ധൈര്യശാലിയാണ്. ഇപ്പം എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കൂടുതൽ കരുതൽ തരുന്നതും കരുത്ത് നൽകുന്നതും ഒക്കെ നസീർക്കയായിരുന്നു. നസീർഖാന്റെ വിയോഗം ഭയങ്കര ഞങ്ങൾക്ക് തീരാ നഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ തീരാ നഷ്ടമാണ്. ഇതുപോലെ കുറേ സങ്കട കാര്യങ്ങളാണ് ഇവർക്കൊക്കെ പറയാനുള്ളത്. ഈ അധ്യാപകനാണെങ്കിൽ പഠിപ്പിച്ച നല്ല സ്നേഹിക്കുന്ന കുട്ടികളെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പ്രദേശവാസി തന്നെയാണ്, ഉസ്മാൻ എന്നാണ് പേര്. അങ്ങനെ നിരവധി ആളുകളാണ് ഈ ദുരന്തഭൂമിയിലേക്ക് ഉറ്റവരെ തേടി എത്തിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ.